മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്ന ഒരു ചിന്ത മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് ആണോ എന്നൊക്കെയാണ്. ഒരു മിറാക്കിൾ ആയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് മാനിഫെസ്റ്റേഷൻ എന്നാണ്. നമുക്ക് നോക്കാം. പൊതുവായിട്ട് മാനിഫെസ്റ്റേഷൻ കേൾക്കുമ്പോൾ ആളുകളിൽ ഉണ്ടാവുന്ന ചിന്തകൾ എന്താണ്, അല്ലെ ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഇത് ശരിക്കും നടക്കുമോ? പലർക്കും ഉണ്ടാവുന്ന സംശയം, മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കുമോ? പിന്നെ ഒരു ലോജിക്കായിട്ടാണ് നമ്മുടെ ബോധമനസ്സ് എപ്പോഴും ലോജിക്കായിട്ട് ചിന്തിക്കുക. വെറുതെ ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രം കാര്യങ്ങളൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ വെറുതെ ഒരു പേപ്പറിൽ ഗോള് നമ്മുടെ ലക്ഷ്യമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് നടക്കുമോ? അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വല്ല പ്രാക്ടിക്കൽ പ്രോസസ് ഉണ്ടോ? എങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ആളുകളുടെ ഉള്ളിൽ വരുന്നതാണ്. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? പല പുസ്തകങ്ങളും പല യൂട്യൂബ് വീഡിയോകളും പല ക്ലാസ്സുകളും പറയുന്ന സമയത്ത് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷനെ അവർ അവതരിപ്പിക്കുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ധാരണ ഒരു മിറാക്കിൾ പോലെ. കാരണം നമ്മൾ പല ഫാന്റസി പുസ്തകങ്ങളും വായിച്ചിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരുപാട് കഥകൾ വായിച്ച് അത്തരം കഥകളൊക്കെ വായിച്ചു വന്ന നമുക്ക് നമ്മളെല്ലാവരും ഉള്ളിൽ ഒരു ഫാന്റസി ഉള്ളിൽ ഉറങ്ങിക്കിടക്കേണ്ട ഒരു കുട്ടി, നമ്മുടെ ഉള്ളിലും അത്തരം അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒരു മഴ വെള്ളത്തിലേക്ക് വീഴുന്നു, ജലദേവത പൊന്തി വരുന്നു, മഴ കൊടുക്കുന്നു. കഥ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവം പ്രത്യക്ഷപ്പെടുന്നു, നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുന്നു, വരം തരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഫാന്റസി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന്റെ റിയാലിറ്റി സൈഡ് ഏതാണ്ട് അത് ഒരു ഉപമ പോലെ എഴുതി നമ്മുടെ പൂർവികന്മാർ ഉപമിച്ച് പല അർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരേണ്ട പല മീനിങ്സ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ചില കഥകൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ശരിയായ അർത്ഥത്തിൽ എടുക്കണം, അതിന്റെ ഡയറക്റ്റ് അർത്ഥത്തിൽ എടുക്കാതെ അത് എന്താണ് അതിന് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എടുക്കണം. അപ്പൊ ആ തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യാൻ പറയാൻ പോകുന്ന കാര്യം. പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു. അതിലൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വിഷ്വലൈസേഷനും അഫർമേഷനും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന കുറെ ആളുകളെ കാണിച്ചത്. ആ മാനിഫെസ്റ്റേഷന് പിന്നാലെ പോകുന്ന ആളുകൾ ഇങ്ങനെയാണ്. അവരിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യും. തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നു വിശ്വസിച്ച് ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകളായിട്ട് അവർ കളിയാക്കി കാണിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മാനിഫെസ്റ്റേഷൻ എന്നത് ആളുകൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പാകപ്പിഴകളാണ്. ഒരു മിറാക്കിൾ പോലെ മാനിഫെസ്റ്റേഷനെ കണ്ട് അത് ചെയ്യുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തുകൊണ്ടാണ്. ആ ഒരു കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് അല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കി, ഇതൊരു മാജിക് അല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ, തോട്ട്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിശ്വാസം, സബ് കോൺഷ്യസ് മൈൻഡ്, ആക്ഷൻ, ഇതിനെയൊക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിനോട് എലൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് മാനിഫെസ്റ്റ്. ഇപ്പൊ നമ്മൾ പലർക്കും പല ആഗ്രഹമുണ്ട്. നല്ല ആരോഗ്യം വേണം, നല്ല സമാധാനം വേണം, ബന്ധങ്ങളിൽ സന്തോഷം വേണം, കോൺഫിഡൻസ് വേണം, ബിസിനസ് വളരണം, ഗോൾ അച്ചീവ് ചെയ്യണം. ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങൾ തന്നെ. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ആഗ്രഹമുള്ള എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ സാധിക്കുമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും സാധിക്കണ്ടേ? എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സാധിച്ചില്ല? ആ കാര്യമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ആഗ്രഹവും മാനിഫെസ്റ്റേഷനും ഒന്നല്ല. അതാണ് അതിലത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനെ വ്യക്തമായിട്ടൊരു ഗോളാക്കി മനസ്സിനും വികാരത്തിനും വിശ്വാസത്തിനും പ്രവൃത്തിയും അതിനോട് എലൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഒരു ആഗ്രഹത്തിനെ ലക്ഷ്യമാക്കി മാറ്റി അതിനോട് യോജിച്ച ചിന്തകൾ, വികാരങ്ങൾ, ഇമോഷൻസ്, വിശ്വാസം, ബിലീഫ്, ആക്ഷൻ എന്നിവയിലൂടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരുന്ന പ്രോസസ്സാണ് മാനിഫെസ്റ്റ്. പക്ഷെ മാനിഫെസ്റ്റേഷനിൽ 5 കാര്യങ്ങൾ യോജിക്കാനുണ്ട്. 5 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, ക്ലാരിറ്റി, വ്യക്തത. എന്തുകൊണ്ടാണ് ക്ലാരിറ്റി വേണമെന്ന് പറയുന്നത്? അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസ് ആൻഡ് ഇമോഷൻസ് ആണ്. ചിത്രങ്ങളും വികാരങ്ങളും. അപ്പൊ ഒരു ചിത്രം ഏറ്റവും നന്നാവുന്നത് എപ്പോഴാണ്? അതിന്റെ ക്വാളിറ്റി മെച്ചാവുമ്പോ, അല്ലെ? അതിന്റെ ക്ലാരിറ്റി കൂടും. അപ്പോൾ നമ്മൾ ലക്ഷ്യമിടുമ്പോൾ നമ്മൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ആഗ്രഹത്തിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. എന്താണ് വേണ്ടതെന്നുള്ളത്. ഇപ്പൊ പോയിന്റുകൾ നോട്ട് ചെയ്തോളൂ. ആദ്യത്തേത് ക്ലാരിറ്റി, രണ്ടാമത്തത് വിശ്വാസം. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാധ്യമാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. എന്നെ കൊണ്ട് സാധിക്കും, ആ ലക്ഷ്യം നേടാൻ എനിക്ക് സാധിക്കും എന്ന ഒരു വിശ്വാസം നമുക്ക് വേണം. അതുപോലെ തന്നെ ഇമോഷൻ വേണം. അതായത് ആ ലക്ഷ്യം നേടാൻ, ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമുക്കൊരു ത്രില്ലിംഗ് അനുഭവമായിരിക്കണം. ആ ലക്ഷ്യം നേടുമ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ്, അത് ആ ലക്ഷ്യത്തെ പറ്റി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വരണം. അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉള്ള ഒരു ഗോൾ ആവുമ്പോഴാണ് അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ
സാധിക്കുക. അപ്പോൾ ഇമോഷൻ വേണം. അപ്പോൾ 3 കാര്യങ്ങളായി കേട്ടോ. നാലാമത്തത് നമ്മൾ നോക്കേണ്ടത് ഉപബോധ മനസ്സുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. നമ്മളുടെ ഉള്ളിൽ നമ്മൾ പുറത്ത് എഴുതുന്ന ഗോളും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്കും തമ്മിൽ മാച്ച് ആവില്ല. അതും നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സബ് കോൺഷ്യസ് മൈൻഡ് അലൈൻമെന്റ്. 5ാമത്തത് നമ്മുടെ ആക്ഷൻസ് എന്നോട് അലൈൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യണം. ഒരു ഉദാഹരണം, നിങ്ങൾക്ക് വലിയൊരു ബിസിനസ്സുകാരനാവണം. അതാണ് നിങ്ങളുടെ വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാവണം. അപ്പോൾ നിങ്ങൾ ദിവസവും അതിലേക്ക് വേണ്ടുന്ന ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കണം. അലൈൻ ചെയ്തുള്ള ആക്ഷൻസ് ചെയ്യണം. അപ്പോൾ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇതാണ് 5 പോയിന്റ്. ഇത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം.